ഹലോ, എൻ്റെ കാശിക്കുട്ടൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ കേക്ക് കട്ടിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു വ്ളോഗാണേ. അപ്പോൾ വൈകുന്നേരമാണ് സെലിബ്രേഷനൊക്കെ ഉള്ളത്. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ചേച്ചിയാണെങ്കിലും നാത്തൂനാണെങ്കിലും ഒക്കെ വരുന്നത് ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ ഇവയൊക്കെ മാറ്റി കഴിഞ്ഞ് കാശി ഇതാ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റി നിൽക്കുന്ന കാശീനെ കൂട്ടി സന്തൂട്ടൻ, അതായത് അവൻ്റെ വല്യച്ഛൻ ഒരു റൂമിലേക്ക് പോയിട്ടേനെ. അപ്പോൾ തിരിച്ച് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. കാശിക്കുട്ടനെ സ്പൈഡർമാനൊക്കെ ആക്കിയിട്ട് അതാ സന്തൂട്ടൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ നേരം അതൊന്നും നടന്നില്ല. മുപ്പര് വേഗവും കഴിച്ച് ചൂടെടുത്തിട്ടാണെന്ന് ആർക്കറിയാം. പിന്നെ കുഞ്ഞൂസിന് ഇട്ട് കൊടുത്തതാട്ടോ. അപ്പോൾ ഈ മാറ്റി നിൽക്കുന്ന ഇച്ചു ഇവിയും കാശിയും ഒക്കെ എടുത്ത് സന്തൂട്ടൻ അങ്ങനെ ഫോട്ടോ എടുക്കുകയാണേ. ഫോട്ടോ എടുക്കുമ്പോൾ ഫോണല്ല എല്ലാവരുടെ കയ്യിലുണ്ടാവുക. പക്ഷേ സന്തൂട്ടൻ്റെ കയ്യിൽ എന്താ പറയുക, ചീർപ്പ് മുടി ഇടാനല്ല, അനുസരിക്കാണ്ട് നിൽക്കുന്നവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടില്ലതാ. അപ്പോൾ കുഞ്ഞൂസിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാ കുഞ്ഞൂസ് ഫോട്ടോ എടുക്കല്ലാത്ത. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലാട്ടോ ബലൂണൊക്കെ വാങ്ങിയത്. മീൻസ് കാശീൻ്റെ ഡ്രസ്സും അതേ കളറിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ കളറിലാണ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തത്. പിന്നെ കാശിക്കുട്ടൻ ഫുൾ കുളൂസിലാണ്, നിൽക്കുന്നില്ല. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയുന്ന പോലെ മൂപ്പര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏച്ചി വന്നിരിക്കുക കേട്ടോ. ഏച്ചിയും മഹേഷ് ഏട്ടനും അപ്പൂസും ഗൗരിയൊക്കെ നേരത്തെ തലേ ദിവസമേ ഇവിടുത്തന്നെ കേട്ടോ. സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏച്ചി കയറി. ഏച്ചി വന്നപ്പം ഇവ വേഗം മിഠായും കൊണ്ട് വേഗം അടുക്കളയിലേക്ക് വന്നിട്ടോ. പിന്നെ അതാ ഏച്ചീൻ്റെ മോനാണ്. അമ്മ, ഏച്ചി, അച്ഛൻ, റോഷേട്ടൻ, തോജു എല്ലാവരും വരുന്നുണ്ട്. എൻ്റെ അനിയൻ വന്നില്ല കേട്ടോ. അവന് എവിടെയോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കർക്കിടക മാസമായ പിന്നെ പറയണ്ടല്ലോ, മഴയായിരുന്നു ഒരു വരുമ്പോൾ. അപ്പോൾ റോഷേട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് റെയിൻകോട്ട് ഊരാണ്ട് ഇങ്ങനെ തന്നെ വെച്ച് ഇതാക്കിയിന് കേട്ടോ. പിന്നെ ഇതാ തോജുവിൻ്റെ താലയൊക്കെ തോർത്തി കൊടുത്ത് അമ്മ അതാ വേഗം കാശിക്കുട്ടിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഏച്ചി വേഗം അടുക്കളയിലേക്ക് ചെന്നുണ്ട് കേട്ടോ. പായസം ഇളക്കാൻ വേണ്ടിയിട്ട്. ഏച്ചിക്ക് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏച്ചി ഇളക്കാൻ വേണ്ടി വേഗം പോയതാണ്. അപ്പോൾ ഇതാണ് ഏച്ചീൻ്റെ മോള് ഗൗരി. പിന്നെ ഇവർക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഇപ്പുറത്ത് റൂമിൽ പോയപ്പോൾ അപ്പൂസും കുട്ടാച്ചു ഫോണിൽ കളിക്കുകയാണ്. പിന്നെ ഇതാ ചിന്നേച്ചിയും ഏച്ചിയും അവരൊക്കെ അടുക്കളയിൽ ഇങ്ങനെ പായസം നോക്കിക്കൊണ്ടിരിക്കേനി. അപ്പം ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ ഏട്ടനും മക്കളും ഫോട്ടോ എടുക്കേനി. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ കാശിക്കോട്ട അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുന്നേ അതാ കേക്ക് മുറിഞ്ഞെടുക്കാം കേട്ടോ. കാശിക്കോട്ടിന് ക്ഷമല്ലേനി. കാശി വേഗം ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും വരുന്നതിനെക്കാട്ടി മുന്നേ. പിന്നെ അതാ മക്കളെയൊക്കെ കൂട്ടി നിർത്തി ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ അതാ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷമാണ് കാശിക്കുട്ടൻ വെയിറ്റ് ചെയ്ത് ആ മുഹൂർത്തം. കാശിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കാശിക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഈ പിറന്നാളായതുകൊണ്ട് കാശി നിലത്തല്ല നിൽക്കുന്നതെന്ന് തന്നെ പറയുക. ഞാൻ എപ്പോഴും വിചാരിക്കും, ശരിക്കും എന്ത് പെട്ടെന്നല്ലേ 3 വർഷം കടന്നു പോയത്. പെട്ടെന്ന് എൻ്റെ കാശി ഒരു കുഞ്ഞു വാവ. ഇവമോളെ കാര്യത്തിലാണെങ്കിലും കാശീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പഴയ വീഡിയോസും ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ ഓരോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലാണ്. എന്താ പറയുക, പെട്ടെന്ന് വലുതായ പോലെ. ആ കുഞ്ഞു വാവയും ആ ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ല. ഇപ്പോഴും ചെറുത് തന്നെയാണ്, പക്ഷെ എന്നാലും ചെറിയൊരു മാറ്റം. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത ശേഷം എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റിൻ്റെയൊക്കെ ഞാൻ വീഡിയോ അടുത്തതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരാം. അപ്പം നമ്മുടെ പിറന്നാൾ ആഘോഷമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം ഇതാണ് കേട്ടോ കട്ട് ചെയ്ത കേക്ക്. പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടല്ലോ, മക്കളുണ്ടെങ്കിൽ അവിടുത്തെ ബലൂണൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അതായിരുന്നു അടുത്ത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് അപ്പൂസിന് ഓർമ്മ ഒരു ഗിഫ്റ്റ് തരാൻ മറന്നുപോയെന്ന്. അപ്പോൾ പിന്നെ അപ്പൂസ് ഗിഫ്റ്റ് തരുന്ന വീഡിയോയും കൂടി എടുക്കുകയാണ്. അപ്പോൾ അപ്പൂസ് മറന്നുപോയി. ഈ അപ്പൂസ് തന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേച്ചി കാണിച്ചപ്പോൾ കാശി ഇങ്ങനെ എന്താണ് അമ്മ ചോദിച്ച് ഇത് തോജുവിന് കൊടുക്കുമെന്ന്. അപ്പോൾ കാശി കൊണ്ടും പറഞ്ഞ് ഇല്ല. എന്നിട്ട് മൂപ്പർ ആരും ഡ്രസ്സ് കാണിക്കുന്നില്ല. വേഗം ചേച്ചി ഇന്നെ കാണിക്കാൻ നോക്കി. അപ്പോൾ തന്നെ ഇട്ട് വേഗം കവറിലിട്ട് ഓന് അലമാരപ്പുറത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മനോട് എന്തൊക്കെയോ ഞാൻ ഇളക്കിയിട്ട് വേഗം പോവുക കേട്ടോ. ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മിസ്റ്റർ മനോഹരൻ, എൻ്റെ അച്ഛനാണ്. പിന്നെ ഇത് നമ്മൾ പിറന്നാൾ ചെക്കൻ കാശിക്കുട്ടൻ. ഇപ്പം ഇപ്പോഴും കിട്ടുന്നില്ല കയ്യിൽ. ഇപ്പോൾ നല്ല മൂടാണ്. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ ഏച്ചി എല്ലാവരും കാണിച്ചു തരാണ്. പിന്നെ ഒരാളുണ്ട്
തീരെ വീഡിയോ എടുക്കാൻ വരില്ല. ഒന്ന് ഫോൺ എടുക്കുമ്പോഴേക്ക് ഓടിക്കാളും. ഞാനെന്തോ തോക്ക് കൊണ്ടുവരുന്ന പോലെയാണ് അമ്മ ഓടി കഴിച്ചിലാവുക. ഏട്ടൻ്റെ അമ്മ കേട്ടോ അത്. അതിന് ശേഷം ഞങ്ങളിപ്പോൾ മക്കൾക്ക് ചോറ് കൊടുക്കാം കേട്ടോ. നേരം കുറച്ചായിട്ടുണ്ട്. അപ്പോൾ മക്കൾ വേഗം കഴിച്ചോട്ടെ വെച്ചിട്ട് അവർക്ക് പോയി ചോറ് കൊടുക്കുകയാണേ. പിന്നെ മന്തിയായിരുന്നു കേട്ടോ ഫുഡ്. അതിന് ശേഷം അച്ഛന്മാർ കഴിച്ചു, പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കഴിച്ചു. അവരൊക്കെ പോയ ശേഷം കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അനന് ഇവിടെ നിൽക്കാൻ ഭയങ്കര പൂതിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ആൾ സ്കൂളിൽ ലീവും കൂടിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നു ചോദിച്ചപ്പോൾ അനെ അച്ഛനും അമ്മേനെയും ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ എക്സാമൊക്കെ ഉണ്ടായതുകൊണ്ട് അനൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി കാശിൻ്റെ പിറന്നാൾ നല്ല അടിപൊളിയാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.